പോയി, എന്റെ ചാനലിന്റെ ഷോയിലായി പോയി. വെറുതെയല്ല ഭാര്യ എന്ന ഏറ്റവും ലീഡിംഗുള്ള റിയാലിറ്റി ഷോയില് ഏറ്റവും കൂടുതൽ മലബാറിലെ തട്ടമിട്ട പെണ്ണാണ്. എന്റെ ദേഷ്യമുണ്ട് എന്നോട് ദേഷ്യമുണ്ട്. ഞാൻ ചാവക്കാട് ഉമർ മുസ്ലിയാരോട് വാത് പറയും വന്ന് വെറുതെ എന്റെ ഭാര്യക്കെതിരെ ഞാൻ നന്നായിട്ട് ഇച്ചിരി ഉറഞ്ഞു തുള്ളി എന്ന് പറഞ്ഞായിരിക്കും ശരി. ഒരു മണിക്കൂർ പ്രസംഗിച്ചു. പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോ രാവിലെ മുതലേ ഫോൺ കോൾ. എന്താ പറയും, ഉസ്താദെ ഇന്നത്തെ എപ്പിസോഡ് ഉസ്താദ് ഒന്ന് കാണണം. എടാ കള്ള പഹയ, നീ എന്നോട് തന്നെ അത് പറഞ്ഞു. ഉസ്താദെ ഇന്നത്തെ ഒന്ന് കാണണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞ മുസ്ലിയാരി മൂരാച്ചി പറഞ്ഞ ഇത് പറയുമ്പോ എന്താ ഡോക്ടർക്ക് പോലും ചിലപ്പോ തോന്നിയേക്കാം ഇതൊരു ആണോ. പക്ഷെ ഡൽഹി വെച്ചിട്ട് പുനർവായന നടത്തണം. ഡൽഹി വെച്ചിട്ട് ഇതിനൊരു അറുതി വരണം. ആ അറുതി എന്തായിരിക്കണം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് കാര്യം കൊണ്ടാ ഞാൻ ഓർമ്മിപ്പിക്കുകയാ. എന്തിനാ പെങ്ങളെ ഒരു കോടിയുടെ ഫ്ലാറ്റ് എന്തിന്? 75 ലക്ഷത്തിന്റെ സ്വർണം എന്തിന്? സ്വന്തം ഭാര്യ എത്ര നാരീസ്തു പുച്ഛന്തേ രമന്തേ തത്ര ദേവത. എവിടെയാണോ സ്ത്രീ ആദരിക്കപ്പെടുന്നത് അവിടെ ദേവന്മാര് പ്രസാദിക്കുമെന്ന് പറഞ്ഞ് ആർഷഭാഗത്തിന്റെ നെഞ്ചിലാണ് പാതിരാ സമയത്ത് തന്റെ കൂട്ടുകാരന്റെ കൂടെ നടന്നുപോയ പെണ്ണിനെ ഓടുന്ന ബസ്സിന് മാനഭംഗം ചെയ്ത് മലത്തിക്കടത്തി അവസാനം അവൾ ടോമാക്കരയിൽ കിടക്കുമ്പോൾ ലോകമിതെ ഇന്ത്യ രാജ്യം ഇതേവരെ കണ്ടിട്ടില്ലാത്ത പ്രതിഷേധ പ്രകടനങ്ങളുണ്ടായി. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനൊന്ന് ചോദിക്കട്ടെ, സിംഗപ്പൂർ ഹോസ്പിറ്റലിൽ നിന്ന് തണുത്തുറഞ്ഞ മൃതദേഹമായി തിരിച്ചു വന്ന ആ പെണ്ണിനോട് നമുക്കിപ്പോൾ സഹതാപമാണ്, ആയിരക്കണക്കിന് പെൺകുട്ടികളോട്. പക്ഷെ അതിന്റെ പേരിലുണ്ടായ കോലാഹലം കണ്ടാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്ത് കൊന്നതെന്ന് തോന്നും. ആദ്യമായിട്ടാണ്, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യമായിട്ട് ഒരു പെണ്ണിന് ഈ ദുർഗന്ധി സംഭവിച്ചെന്ന് ചോദിക്കും. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതിനെതിരെ പ്രസംഗിച്ചു. ഞാൻ ചിലപ്പോ അങ്ങനെയൊക്കെയാ. എല്ലാവരും എന്നോട് പറഞ്ഞു ഉസ്താദേ ഭീകരവാദം പറയണം. ഒരു രാഷ്ട്രം മുഴുവൻ ഒരു ഭാഗത്ത് പറയുമ്പോൾ എന്തിനാ എതിരെ? പിറ്റേ ദിവസമാണ് അരുന്ധതി റോയി ചോദിച്ചത്, എന്തുകൊണ്ട് മണിപ്പൂരിലെ പെണ്ണ്, എന്തുകൊണ്ട് സിക്കിമിലെ പെണ്ണ്, എന്തുകൊണ്ടാ ഇംഫാലിലെ പെണ്ണ് ഭൂരമായി മാനഭംഗം ചെയ്യപ്പെടുമ്പോ ഗുജറാത്ത് എന്ന തലസ്ഥാന നഗരിയിലൂടെ കടന്നു പോകുന്ന കൗസർ ബാനു എന്ന പാവപ്പെട്ട പെണ്ണ് സ്വന്തം ഭർത്താവിന്റെ കൂടെ ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ട് കടന്നു പോകുമ്പോ ആ പെൺകുട്ടിയെ കൈപിടിച്ചുകൊണ്ട് ഇറക്കിക്കൊണ്ടുപോയി സ്വന്തം ഭർത്താവിനെ പെണ്ണിന്റെ മുമ്പിൽ വെച്ച് നെഞ്ചിലേക്ക് വെടിയുണ്ടയേറ്റ് ഭർത്താവ് പിടഞ്ഞു വീഴുമ്പോ ആ ഭർത്താവിന്റെ തൊട്ട് മുമ്പിൽ വിട്ട് വെടിയുണ്ടയേറ്റ് പിടഞ്ഞു പടയുന്ന ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് സ്വന്തം ഭാര്യയെ ക്രൂരമായി മാനഭംഗം ചെയ്ത് ആ പെണ്ണിനെ പെട്രോളോട് ചുറ്റിക്കൊടുത്തി ഗുജറാത്തിലെ തെരുവോരങ്ങളിൽ എവിടെയോ പെണ്ണിന്റെ അസ്ഥി പോലും കാണാതെ വരുമ്പോ സഹോദരങ്ങളെ കണ്ണുനീരുണ്ടായില്ല. പാർലമെന്റിൽ ജയാ ബച്ചന്റെ കണ്ണിൽ കണ്ണുനീരുണ്ടായില്ല. എന്തേ അവള് പെണ്ണല്ലേ? കാശ്മീർ എന്ന സുന്ദരമായ ആപ്പിള് പോലെ ചുമന്നു തൊടുത്ത മനോഹരമായ മുഖമുള്ള കാശ്മീരിന്റെ നടുവിൽ മാലികാ ബീഗം എന്ന പാവപ്പെട്ട പെണ്ണിന് 6 മാസം പ്രായമുള്ള സ്വന്തം മകൾക്ക് മുലപ്പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന മാലികാ ബീഗത്തെ പിടിച്ചുകൊണ്ടുപോയി നിയമത്തിന് കാവൽ നിൽക്കേണ്ടവർ തന്നെ മാനഭംഗം ചെയ്ത് 2 കൈയും കാലും വെട്ടിയരിഞ്ഞ് പട്ടാള ക്യാമ്പിലോട്ട് വലിച്ചെറിയുമ്പോ മാലികാ ബീഗം എന്ന പെണ്ണിനെ മാനഭംഗം ചെയ്യുമ്പോ എന്തേ അവളുടെ കണ്ണുനീരും കണ്ണുനീരല്ലേ? നിറഗർഭിണിയായ പെണ്ണിനെ മരത്തിൽ കിടത്തി അവളുടെ കുഞ്ഞിനെ ഗർഭത്തിൽ നിന്ന് ഗർഭിണിയായ പെണ്ണിനെ മാനഭംഗം ചെയ്ത് മാനഭംഗത്തിന്റെ ഒടുവിൽ ഈ ഇന്ത്യയിൽ ഒരു ഉമ്മ പ്രസവിച്ചിട്ടെങ്കിലും ഗുജറാത്തിലെ പെണ്ണ നാളെ നടക്കാൻ പോകുന്ന വിവാഹത്തിന്റെ സ്വപ്നം കണ്ട് കടന്നുപോയ പട്ടാപ്പകൽ റെയിൽവേ കമ്പാർട്ട്മെന്റിലൂടെ ആ പെണ്ണിനെ മാനഭംഗം ചെയ്തപ്പോ എന്തേ സൗമ്യക്ക് വേണ്ടി കരയാൻ ആളുണ്ടായില്ല? അവൾക്ക് വേണ്ടി അവളെ മാനഭംഗം ചെയ്ത് 1.5 കയ്യന് 2 കയ്യനല്ല 1.5 കയ്യന് രക്ഷിക്കാൻ ഹൈക്കോടതി അഭിഭാഷകൻ ഹാജരായി എന്നതാണ് ഈ നാടത്തി നിൽക്കുന്ന ദുരവസ്ഥ. ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതല്ലേ? ഡൽഹിയിലെ പെണ്ണ് 9 മണിക്ക് ഡൽഹിയിലൂടെ പോകുന്നു. അവൾ പോകുന്ന കൂട്ടുകാരന്റെ കൂടെ സിനിമ കണ്ടിട്ട അതവളുടെ ഭർത്താവല്ലല്ലോ, അതവളുടെ സഹോദരനല്ലല്ലോ. എന്തുകൊണ്ടൊരു കൂട്ടുകാരന്റെ കൂടെ ഒരു പെണ്ണ് സിനിമ കണ്ട് ഡൽഹിയിലൂടെ നടക്കുക? ഡൽഹിയുടെ കഥ നമുക്കറിയാം. വൈകുന്നേരമാകുമ്പോ ഒരു കയ്യിൽ നുരഞ്ഞു പൊന്നുന്ന ഗ്ലാസും മറുകൈയിൽ ബർജുമായി നടക്കുന്ന ഡൽഹിയിലെ പെണ്ണുങ്ങൾ. ഡൽഹിയിൽ ഒരു പെണ്ണിനെ 20 പേര് മാനഭംഗം ചെയ്തു. ആരാ പെണ്ണ്? ബാറിൽ നിന്ന് ആ പെണ്ണും കൂട്ടുകാരനും കൂടെ കുടിച്ചിട്ടിറങ്ങി വരുമ്പോ കൂടെ ഇരുന്ന് കുടിച്ചോ മാനഭംഗം ചെയ്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം എവിടെ നിൽക്കുന്നു? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വാഴ്ത്തപ്പെട്ടെ. ഞാനൊരു ആയത്തോതി തരാം. അള്ളാഹുവിന്റെ ഖുർആൻ വാഴ്ത്തപ്പെടട്ടെ. സോണിയാഗാന്ധി മൻമോഹൻ സിംഗ് പൊട്ടിക്കരഞ്ഞു.
എന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ വിഷയത്തിലേക്ക് കടന്നു പോകട്ടെ. ഇവിടെ കടന്ന ഒരു വലിയ സംഭവത്തെ ഞാൻ വിശകലനം ചെയ്തെന്ന് പത്രം. അമേരിക്കയുടെ ജാരസന്താനമായ ഇസ്രയേലിന്റെ വിമാനവേദ പീരങ്കികളേറ്റ് പലസ്തീനിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ മുഴുവനും പിടഞ്ഞു വീണപ്പോ ബറാഖ് ഹുസൈൻ ഒബാമ കരഞ്ഞില്ല. മാനസിക വിഭ്രാന്തി ബാധിച്ചൊരു ചെറുപ്പക്കാരൻ, ഒരു 13 വയസ്സുകാരൻ AK-47 സ്കൂളിലോട്ട് കയറി 20 കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിച്ചപ്പോ ബറാഖ് ഹുസൈൻ ഒബാമ തേങ്ങിക്കരഞ്ഞു. നമ്മൾ പറയുന്നു ഫലസ്തീനിലെ കുഞ്ഞിന്റെ കണ്ണുനീരും അമേരിക്കയിലെ വെളുത്ത കുഞ്ഞിന്റെ കണ്ണുനീരും ഒരുപോലെയാണ് തിരിച്ചറിയുന്നവരാണ് ഇസ്ലാമിക സമൂഹം. രണ്ട് കണ്ണുനീരും ഒരുപോലെയാണ്. അത് ജാതിയുടെ വ്യത്യാസമില്ല, മതത്തിന്റെ വ്യത്യാസമില്ല, ഭാഷയുടെ വ്യത്യാസമില്ല, ദേശത്തിന്റെ വ്യത്യാസമില്ല, വർണ്ണത്തിന്റെ വ്യത്യാസമില്ല, വർഗത്തിന്റെ വ്യത്യാസമില്ല. അള്ളാഹു നല്ല ബോധം തരട്ടെ. അവസാന ഷീലാ ദീക്ഷിത് റളിയല്ലാഹു അൻഹു എന്ന് പറയില്ലേ, ഷീലാ ദീക്ഷിതും സോണിയാഗാന്ധി മൻമോഹൻ സിംഗും കൂടെ തീരുമാനിച്ചു ജസ്റ്റിസ് വർമ്മ കമ്മീഷനെ റിപ്പോർട്ട് കമ്മീഷനായിട്ട് നിയോഗിച്ചു. അല്ലെ സർ, വർമ്മ കമ്മീഷൻ രാഷ്ട്രീയക്കാരൻ പറയാമല്ലോ. വർമ്മ കമ്മീഷനെ നിയോഗിച്ചു. എന്താ വർമ്മ കമ്മീഷന്റെ ഇന്നത്തെ റിപ്പോർട്ട്? എന്താ? മാനഭംഗം ചെയ്യുന്നവന് കൊലക്കയർ കൊടുക്കണം. കോൺഗ്രസ് കമ്മിറ്റി കൊടുത്തിരിക്കുന്ന ശുപാർശ, മാനഭംഗം ചെയ്യുന്നവനെ വന്ധ്യകരണം ചെയ്യണം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്റെ ചെറുപ്പക്കാരാ ഖുർആൻ വലിച്ചെറിഞ്ഞതെന്താ? ആവാസത്തിന്റെ പുറകെ പോരെന്താ? ജനിച്ച മണ്ണിനെ ജീവനോടെ പച്ചമണ്ണിൽ കുടിച്ചുകൂടിയ 6-ാം നൂറ്റാണ്ടിലെ കാത്തറബികളോട്, സ്വന്തം ഭാര്യയെ വ്യഭിചരിച്ച കാത്തറബികളോട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതെന്താ? അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദൂഹും 80 ജൽദാ. ഏതെങ്കിലും ഒരാണോ പെണ്ണോ വ്യഭിചരിച്ചാൽ യാതൊരുവിധ തച്ചിന്നുമില്ലാതെ പൊതുജനമധ്യത്തിൽ കെട്ടിയിട്ടിട്ട് ചാറവാട്ടുകൊണ്ട് 80 പ്രാവശ്യം അവളെ അടിക്കണേ. എന്നിട്ട് ഖുർആൻ പറയുകയാ, വലാ തൗഖുറകും ബിഹിമാ റൗഫാ വലാ തൗഖുറകും ബിഹിമാ റൗഫാ. തീർച്ചയായും വ്യഭിചരിക്കുന്നവനോട് കാരുണ്യം കാണിക്കരുത്. അവനെ വന്ധ്യംകരിക്കണം. അവനെ തൂക്കിക്കൊല്ലണം. പെണ്ണിനെ മാനഭംഗം ചെയ്യുന്നവനോട് കാരുണ്യമുണ്ടാവരുതെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാരുണ്യത്തിന്റെ തിരുദൂതരെ നബിയുനാ റസൂലുള്ളാഹ്. വലാ തൗഖുറകും ബിഹിമാ റൗഫാ. ഇവനോട് കാരുണ്യം കാണിക്കാൻ പാടില്ല. അവിടെ ഉടക്കണമെങ്കിൽ ഉടക്കണം, അടിക്കണമെങ്കിൽ അടിക്കണം. ഇതൊക്കെ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുകൊണ്ട് നിയമം ഉണ്ടായിട്ട് കാര്യമില്ല. ഉണ്ടാ ഈ പെണ്ണിന്റെ പേര് പാർലമെന്റ് മന്ദിരത്തിന് മുമ്പിൽ പ്രതിഷേധം നടക്കുമ്പോ 1 കിലോമീറ്റർ അപ്പുറം 3.5 വയസ്സുള്ള പെൺകൊച്ചിന് മയക്കുമരുന്ന് കൊടുത്തിട്ട് 4 പേര് മാനഭംഗം ചെയ്തു. ഇവിടെ പ്രതിഷേധം, അവിടെ പ്രതിഫലം. ഇതിനുണ്ടാവേണ്ടത് എന്താ? മനുഷ്യൻ നന്നാവണോ? ഒരൊറ്റ മരുന്നേ ഉള്ളൂ. എന്താ? അന്നൊക്കെ തമൂത്ത് കഥ. നാളെ മരിക്കൂന്ന് ഓർക്ക്. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. പടച്ചൻ ഇവിടെ രക്ഷപ്പെടാം, ഇവിടത്തെ കോടതിയിൽ രക്ഷപ്പെടാം, അള്ളാന്റെ രക്ഷപ്പെടാൻ പറ്റുമോ? എന്താ മനുഷ്യന്മാരെങ്കിലും ഉണ്ടായിക്കണേ? ഇവിടെ രക്ഷപ്പെടാം, അള്ളാന്റെ കോടതി രക്ഷപ്പെടാൻ പറ്റുമോ? പക്ഷേ ഇവിടെ 2 ജഡ്ജി, ഇവിടത്തെ ജുഡീഷ്യറി എന്ന് പറഞ്ഞ സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ പറഞ്ഞാൽ ഇതൊരു ചലന്തി വലയാ. ചെറിയ ചലന്തികളൊക്കെ കൊടുക്കും, വലിയ ആളുകൾ അങ്ങോട്ട് പോകും. ജോർജ് ഓണക്കൂർ പറഞ്ഞ ജുഡീഷ്യറിയുടെ ഒരു പരാമർശമുണ്ട്. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ജുഡീഷ്യറി ചലന്തി വല മാതിരിയാ. പോണ വഴിക്ക് വല്ല ചലന്തിയോ പ്രാണിയോ ഒക്കെ കൊടുക്കും. ആനയും കുതിരയൊക്കെ ചലന്തി വല പൊട്ടിച്ചിട്ട് പോകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ ഓർമ്മിക്കുക, ഒരു ബോധം ഉണ്ടാവണം. എന്ത് ബോധം? അള്ളാഹുവേ, നീ ഞങ്ങളെ വെറുതെ സൃഷ്ടിച്ചിട്ട് വിട്ടിട്ടില്ല. നീ ഞങ്ങളൊരു വലിയ നിരീക്ഷണ വലയത്തിൽ. എവിടെ ഒരു നിരീക്ഷണ വലയം? ഏത് നിരീക്ഷണ വലയം? അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചു, എന്നിട്ട് അള്ള വെറുതെ വിട്ടിരിക്കുക? ഒന്ന് ചിന്തിക്കുക, നന്നായിട്ട് ചിന്തിക്കുക, എന്നിട്ട് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കി. അള്ളാഹു മാറ്റം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റും ആരുമില്ല. പാതിരാ സമയത്ത് ന്യൂ ഇയറിന് പോയി കള്ളു കുടിച്ചാൽ ആരറിയുന്നില്ല. വീട്ടിൽ ഉമ്മ അറിയില്ല, ഉപ്പ അറിയില്ല, പള്ളിയിലെ